ഹലോ ഗായ്സ്, പെട്ടെന്ന് തന്നെ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ കണ്ടാലോ? നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്ത് മടുത്തവരാണോ? ഈ ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു റെഡ്നെസ് ഓഫ് ഫേസിൽ വരും. കാരണം എന്റെ സ്കിന്ന് ഓയിലി പ്ലസ് സെൻസിറ്റീവ് ആണ്. സോ മിക്ക പ്രൊഡക്ട്സും എനിക്ക് പിടിക്കാറേ ഇല്ല. അതുപോലെ തന്നെയാണ് ഈ ഫേഷ്യൽ റേസേഴ്സ്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഫോർഹെഡിൽ, എന്റെ ഈ ചീക്ക് ഏരിയാസിൽ, എന്റെ ചിൻ ഏരിയാസിൽ എല്ലായിടത്തും ഭയങ്കര റെഡ്നെസ് ഫീൽ ചെയ്യും. എനിക്കാണെങ്കിൽ ഒരു മീഡിയം റേഞ്ചിൽ ഫേഷ്യൽ ഹെയർസ് ഉണ്ട്. മേക്കപ്പ് നമുക്ക് ഫേഷ്യൽ ഹെയർസ് നോർമൽ ആണ്, അതൊരു പ്രോബ്ലം അല്ല, അതൊരു ഇൻസെക്യൂരിറ്റിയും അല്ല. കാരണം ഫേഷ്യൽ ഹെയർസ് എല്ലാം നോർമൽ ആയ കാര്യമാണ്. പക്ഷേ ഒരു മേക്കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മേക്കപ്പിന്റെ ബേസ് ഇടുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് നമ്മുടെ മേക്കപ്പിന്, ഫേഷ്യൽ ഹെയർസ് നമ്മുടെ മേക്കപ്പിനെ എഫക്ട് ചെയ്യും. നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു ക്യാൻവാസ്, പ്ലെയിൻ ക്യാൻവാസ് വേണം നമുക്ക്. എന്നാലാണ് ബ്യൂട്ടിഫുൾ ആയുള്ള ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലെയിൻ ക്യാൻവാസ് പോലെ തന്നെയാണ് നമ്മുടെ ഫേസ്. നമ്മുടെ ഫേസിൽ ഒരു മേക്കപ്പ് ഇടുമ്പോൾ അത് ക്ലീൻ ലുക്കായിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേസ് ഉണ്ടാവണം. ആ ബേസിന് വേണ്ടി നമ്മൾ ഹെയർ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഹെയർ റിമൂവ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേസ് കിട്ടുള്ളൂ. എന്നാൽ മാത്രമാണ് നമ്മൾ ഇടുന്ന മേക്കപ്പും ഭയങ്കര കേക്കി അല്ലാതെയും ഭയങ്കര ഫ്ലോലെസ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. നെക്ക് ഏരിയയിൽ കുറച്ച് ഹെയർ ഉണ്ട്. പ്രീവിയസ്ലി അതെനിക്കൊരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു. എനിക്കൊരു പിമ്പിൾ വന്ന ശേഷം അങ്ങനെ വന്ന ഹെയർ ആണ്. മേ ബി അതൊരു ഹോർമോൺ ചേഞ്ച് കൊണ്ട് വന്നതായിരിക്കാം. പ്രീവിയസ്ലി എനിക്കത് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. എനിക്ക് ആ ഹെയർ കാണുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നത്, എന്താ നിനക്ക് താടിയുണ്ടോ അവർ കളിയാക്കുമായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ ഭയങ്കര നാണക്കേടായിരുന്നെങ്കിലും പിന്നെ ഞാൻ അത് യൂസ്ഡായി. എനിക്കത് കുഴപ്പമില്ലാതെയായി. പക്ഷേ എനിക്ക് മേക്കപ്പിന് ആവശ്യമായിട്ട് റിമൂവ് ചെയ്യും. അതർവൈസ് അത് അങ്ങനെ തന്നെ വളരാറുണ്ട്. ഞാൻ റിമൂവ് ചെയ്യാറില്ല. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു റിമൂവ് ചെയ്ത ശേഷം വലിയ ആണുങ്ങളെ പോലെ താടി കുറച്ച് വരുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി അങ്ങനെയൊന്നും വരില്ല. നമ്മൾ റിമൂവ് ചെയ്ത ശേഷം അതുപോലെ തന്നെയാണ് തിരിച്ചു വരുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് വേണം. എനിക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. സോ എന്റെ മുഖത്ത് റെഡ്നെസ് ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത ശേഷം എനിക്ക് ഇങ്ങനെ സെൻസിറ്റീവ് സ്കിന്നും വരാൻ പാടില്ല. എന്നാൽ എനിക്ക് എന്റെ ഹെയർ ഭയങ്കരമായിട്ട് റിമൂവ് ചെയ്യും വേണം ഫേസിൽ. അങ്ങനെ ഞാൻ റിസർച്ചിനൊടുവിൽ ഞാൻ പ്രൊഡക്റ്റ് കണ്ടെത്തി. ആ പ്രൊഡക്റ്റാണ് ബ്രോണിന്റെ മിനി ഫേസ് റേസർ ആണ്. ഇതാണ് പ്രൊഡക്റ്റ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കേജിംഗാണ് വരുന്നത്. ഒരൊറ്റ പ്രൊഡക്റ്റ് നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നൊന്നും പറയത്തില്ല, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഇത് ബാറ്ററി യൂസ്ഡ് ആണ്. ഇവിടെ എനിക്കുള്ളത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ട് ഞാൻ ഇവിടുത്തെ ഹെയർസ് ഒക്കെ റിമൂവ് ആയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഹെയർ കൊണ്ടിട്ടില്ല, ഇവിടെ ഹെയർ ഉണ്ട്. ദെൻ എന്റെ അപ്പർ ലിപ്പില് കഴുത്തില്ല ഇത്രയും രോമമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ എനിക്ക് ഇൻസെക്യൂരിറ്റി ആയിരുന്ന രോമം. ഇത് റിമൂവ് ചെയ്ത് കാണിച്ചില്ല. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും. ക്ലീൻ ആയി കണ്ടാ ഫുൾ ഹെയർസ് റിമൂവ് ആയിട്ടുണ്ട് കഴുത്തില്. എപ്പോഴും നിങ്ങൾ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരു വർത്ത് ബൈയിങ് പ്രൊഡക്റ്റ് ആണ്. എനിക്കൊരു വർത്ത് ബൈയിങ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതർവൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്റെ ഫസ്റ്റ് കമന്റിൽ പിന്നും ചെയ്തേക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.